ഹലോ, ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ അശ്വിനും ശ്രുതിയും സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അശ്വിനും ശ്രുതിയും ഒരുപാട് പാടുപെടുന്നുണ്ട്. പക്ഷെ ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സംശയം തോന്നുന്ന ഒരാളാണ് മനോരമ. മനോരമയ്ക്ക് പിടികൊടുക്കാതെ അവരിപ്പോഴും നല്ല സ്നേഹിക്കുന്ന കപ്പിൾസ് ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, നാടകം കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം 6 മാസത്തെ കോൺട്രാക്ട് മാത്രമാണ് എന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ശ്രുതിയുടെ നിരപരാധിത്വം എന്താണ്, അല്ലെങ്കിൽ ശ്രുതി എന്ത് തെറ്റ് ചെയ്തു എന്നൊന്നും പറയാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ അശ്വിൻ തയ്യാറായിട്ടില്ല. പക്ഷെ ശ്രുതിക്ക് ഇപ്പോഴെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അശ്വിൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നു, ഞാൻ കാരണമാണ് അശ്വിന്റെ ജീവിതം നശിച്ചത്, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കാരണമായത് എന്നൊക്കെ എപ്പോഴും അശ്വിൻ പറയുന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥ കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതി തൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ പല രഹസ്യങ്ങളും പുറത്താകുന്നത് മാത്രമല്ല, ശ്രുതിയുടെ ജീവിതത്തിൽ വലിയൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്രുതിക്കൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലൊരു പണിയാണ് ശ്രുതിക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ ആ പണി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ അശ്വിൻ സായിറാം. അപ്പോൾ പിന്നെ ഊഹിക്കാലോ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ശ്രുതി ഇപ്പോഴും വാശിയിലാണ്. എന്താണ് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാനായിട്ട്, അത് നിർബന്ധിച്ച് വിവാഹം കഴിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള സത്യം എൻ്റെ വീട്ടുകാരോടും സാറിൻ്റെ വീട്ടുകാരോടും തുറന്നു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ ഇനി സായിറാം കുടുംബത്തിലോട്ട് വരത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ശ്രുതി. പക്ഷേ അശ്വിൻ സായിറാം എന്ന് പറയുന്നത് വിചാരിക്കുന്ന കാര്യം അതുപോലെ നടന്നിരിക്കണം. അല്ലാതെ ഞാൻ തോൽക്കാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോൽക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് അശ്വിൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ അശ്വിൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും ശ്രുതിയെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് പോയി. പക്ഷേ വാശിക്കാരിയായി ശ്രുതി അശ്വിൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറായില്ല. ഒരുപാട് വട്ടം വിളിച്ചു, പക്ഷെ ഒരു കാരണവശാലും ശ്രുതി തയ്യാറാവുന്നില്ല. അവസാനം ശ്രുതിയെ പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് അശ്വിൻ നേരെ, അപ്പോൾ ശ്രുതിയോട് ഒരുപാട് വട്ടം ഭീഷണിപ്പെടുത്തുന്നത്, നീ എൻ്റെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹം മുടക്കും, അവരെ തമ്മിൽ ഡിവോഴ്സ് ആക്കിപ്പിക്കും എന്നാണ് അശ്വിൻ വാശി പിടിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞ ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ചേച്ചി ഒരിക്കലും ആകാശ് കൈവിടത്തില്ല, സാർ കൈവിടത്തില്ല, അവർ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകും എന്ന് വിശ്വാസത്തിൽ ശ്രുതി നിൽക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ വിളിച്ചിട്ടും ശ്രുതി വരാത്തത് കൊണ്ട് ദേഷ്യത്തോടു കൂടി അശ്വിൻ തിരികെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം വന്നിട്ടും ആവർത്തിച്ചു. ഒരു കാരണവശാലും ശ്രുതി വരത്തില്ല എന്ന് ഉറപ്പായപ്പോൾ അശ്വിൻ തന്നെ വെല്ലുവിളിച്ചു, നീ ഇന്ന് രാത്രിക്ക് മുന്നേ എൻ്റെ വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയും ആകാശും തമ്മിലുള്ള ഡിവോഴ്സ് ഞാൻ നടത്തും. ആകാശ് ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യിക്കും, ആ പേപ്പറിൽ ഞാൻ ഒപ്പിടിയിക്കും എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളി അശ്വിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശ്രുതിയും പറഞ്ഞു, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിയിപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തും അശ്വിന്റെ മനസ്സിൽ ശ്രുതിയുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, തൻ്റെ ചേച്ചിയെ ഒരിക്കലും ആകാശ് കൈവിടത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം. പക്ഷെ അശ്വിൻ എന്ന് പറയുന്നത് തൻ്റെ ജയത്തിന് വേണ്ടിയിട്ട് ഏത് കുറുക്ക് വഴിയും അശ്വിൻ സ്വീകരിക്കും. അങ്ങനെ അശ്വിൻ സ്വീകരിച്ച ഒരു വഴിയാണ് കബളിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് പേപ്പറിൽ ഒപ്പിടിയിക്കുക. അപ്പോൾ ഒരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ബിസിനസ്സിന്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശിനെ കൊണ്ട് ഓരോ കള്ളം പറഞ്ഞ് ആ പേപ്പറിൽ ആകാശിനെ കൊണ്ട് ഒപ്പിടിച്ചു. എന്നിട്ട് പ്രീതിയോട് പറഞ്ഞത് ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് വായിച്ചു നോക്കാതെ തന്നെ പ്രീതിയെ കൊണ്ടുപോയി ഒരു പേപ്പറിൽ ഒപ്പിടിച്ചു.
എന്നിട്ട് ആകാശിനും പ്രീതിക്കും അത് അവരുടെ ഡിവോഴ്സ് പേപ്പറായിരുന്നു. അവർ രണ്ടുപേരും അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ പേപ്പറിൽ ശ്രുതിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തുക അത് മാത്രമായിരുന്നു അശ്വിന്റെ മുന്നിലെ ലക്ഷ്യം. അങ്ങനെ ഈ പേപ്പർ കാണിച്ചു ഭീഷണിപ്പെടുത്തി അവസാനം ശ്രുതി വീട്ടിലേക്ക് സായിറാം കുടുംബത്തിലേക്ക് ഓടിയെത്തിയപ്പോൾ അറിയുന്നത് മറ്റൊരു സംഭവമാണ്. ശ്രുതി ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് അവിടെ നടന്നത്. മാത്രമല്ല അതിനുശേഷം ശ്രുതി വലിയൊരു ചതിയിലാണ് ചെന്ന് പെട്ടത്. ആ ചതിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ശ്രുതി കെണിയിൽ പെട്ടിരിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുക? ഈ ഒരാഴ്ച അവരുടെ ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയായിരിക്കും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.